ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ചിന്നു. എൻ്റെ ചാനലിൻ്റെ പേര് ചിന്നു റിയാക്ട്സ് എന്നാണ്. എൻ്റെ ചാനലിടുന്ന വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കഴിഞ്ഞ ദിവസം വാവ സുരേഷ് ഏട്ടൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണാനിടയായി. അദ്ദേഹം അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാല് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പൈസ കിട്ടാതെ വന്ന സമയത്ത് പലരിൽ നിന്നും കടം വാങ്ങിച്ച് സഹായം ചെയ്തു പലർക്ക്. അപ്പൊ അതൊരു വലിയ ബാധ്യതയായി മാറി. കേട്ടില്ലേ, അദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുമുണ്ട്. അപ്പൊ അദ്ദേഹം ചാരിറ്റി പ്രവർത്തനം ചെയ്ത് അദ്ദേഹത്തിന് ഏകദേശം ഇത്ര കോടി രൂപയോളം കടം വന്നു. അപ്പം ഇപ്പോഴും അദ്ദേഹം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു തട്ടുകടയിൽ അദ്ദേഹം സപ്ലയർ ആയിട്ടാണ് നിൽക്കുന്നത്, അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ചികിത്സയ്ക്കായിട്ട്. അപ്പം ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചാരിറ്റി പ്രവർത്തനം നടത്തുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ജെനുവിനായിട്ട് ചാരിറ്റി പ്രവർത്തനം നടത്തുമ്പോൾ നമ്മളടുത്ത് ആര് വന്ന് സമീപിച്ചാലും നമ്മളത് ചെയ്യും. അപ്പം ഇപ്പം ഞാൻ ഇന്നൊരു ചാരിറ്റി പ്രവർത്തനം ചെയ്തു, ചിലപ്പോൾ നാളെ നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഫണ്ട് കാണത്തില്ല. അപ്പം നാളെ ഒരാൾ നമ്മളെ ഒരു കാര്യം പറഞ്ഞ് നമ്മളെ സമീപിക്കുമ്പോൾ ഇന്ന് ചെയ്തതിനെക്കാട്ടിയും പ്രാധാന്യം ഉള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കടം വാങ്ങിച്ച് ചെയ്യും. അങ്ങനെ കടം വാങ്ങിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കടങ്ങളാണ് പെരുകുന്നത്, നമ്മുടെ കയ്യിൽ ഒരു 5 പൈസ കാണത്തില്ല. പിന്നീട് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന് ഇങ്ങനെ പൈസ റിയൽ എസ്റ്റേറ്റിൽ കൂടിയും അതിൽ കൂടിയൊക്കെ വരുന്നു, പക്ഷെ പാമ്പ് പിടുത്തത്തിൽ കൂടി വരുന്നില്ല. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം, നമുക്കും കൂടെ വേണ്ടിയിട്ട് കുറച്ച് തുക മാറ്റി വയ്ക്കുക. അങ്ങനെ അദ്ദേഹം കരുതി വച്ചിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന്റെ സഹോദരിക്ക് ഈ ഒരു അവസ്ഥ വരുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഓടേണ്ടി വരില്ല, കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമായേനെ. അപ്പോൾ ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ മറ്റൊരു വീഡിയോ നോക്കാം. എനിക്ക് ഏറ്റവും ആത്മാർത്ഥമുള്ള സുഹൃത്തുണ്ടായിരുന്നു, ഏറ്റവും നല്ല സുഹൃത്താണ്. അപ്പോൾ ഒരു തിരുവോണത്തിന് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ ചെന്നു, എന്നെ വിളിച്ച് വീട്ടിൻ്റെ വരാന്തയിൽ ഇരുത്തി ഇരുന്നു. പായസം എടുക്കാമെന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അരമണിക്കൂറായി, 3/4 മണിക്കൂറായി, പായസം കണ്ടില്ല, ആരെയും കാണുന്നില്ല. അപ്പം ഞാൻ വെറുതെ അഴിച്ച് അടുക്കളയിലേക്ക് പോയി. അപ്പോൾ ഒരു അകത്തുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെ ഗ്ലാസ്സുകളെല്ലാം ഇങ്ങനെ ഒരു 100ഓളം ഗ്ലാസ്, 10-50ഓളം ഗ്ലാസ്സെല്ലാം വീടിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ മോനെ മാത്രമല്ല, മോൻ വെളിയിൽ നിന്ന് ഓടി വരുന്നു, ബാക്കിൽ കൂടെ ഓടി. മോൻ ബാക്കിലത്തെ എവിടെയോ ഒരു കടയിൽ പോയി ഡിസ്പോസിബിൾ ഗ്ലാസ് കൊണ്ടുവന്നു എനിക്ക് പായസം തന്നു. അപ്പോൾ ഞാനത് കുടിച്ചു. എനിക്ക് മനസ്സിലായി അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആ ഡിസ്പോസിബിൾ ഗ്ലാസ് തന്നെ കുടിച്ചിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ അത് കളയാതെ മടക്കി എൻ്റെ പോക്കറ്റിട്ട് കുറ്റിക്കൊണ്ടു ഞാൻ ഡിസ്പോസ് ചെയ്തു. ഈ ഒരു അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂയുടെ ഈ ഒരു ഭാഗം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല കരച്ചിൽ വന്നു. കാരണം നമ്മുടെ ആത്മാർത്ഥ സുഹൃത്താണ്. ആത്മാർത്ഥ സുഹൃത്തിന് നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാവും, അല്ലേ? അപ്പം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓണത്തിന് അദ്ദേഹം ഒരു അനാഥാലയത്തിൽ പോയിരുന്നാണ് ആഹാരം കഴിക്കുന്നത്. അപ്പം ഇദ്ദേഹം ഒന്ന് വിളിച്ചപ്പോൾ ഒരു സ്നേഹത്തോടെ അദ്ദേഹം പായസം കുടിക്കാൻ ചെന്നു. അദ്ദേഹം അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പൊ കൊണ്ടുവരും, പിന്നെ കൊണ്ടുവരും. അദ്ദേഹം പോവാനായിട്ട് ഒരുങ്ങിയപ്പോൾ ഒരു കുട്ടി, ആ വീട്ടിലെ കുട്ടി ഓടി ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ ഇദ്ദേഹത്തിന് പായസം കൊണ്ട് കൊടുക്കുന്നു. ഇദ്ദേഹം അത് കുടിച്ചിട്ട് ആ ഡിസ്പോസിബിൾ ഗ്ലാസ് അദ്ദേഹം പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് കളഞ്ഞു. അദ്ദേഹത്തിന്റെ ആ മനസ്സാണ്, അല്ലേ? അദ്ദേഹത്തിന്റെ ആ മനസ്സ് എവിടെ എത്തിക്കാണും? നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് വിളിച്ചു, നമ്മൾ പോയിട്ട്. പിന്നെ എനിക്ക് തോന്നി അദ്ദേഹത്തിന്റെ ആത്മാർത്ഥ സുഹൃത്തിന് ചിലപ്പം ആഹാരം കൊടുക്കണം, പായസം കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം കാണും. ചിലപ്പോൾ വീട്ടിലുള്ളവർ അത് തയ്യാറാകില്ല. ഒരു പാമ്പ് പിടുത്തക്കാരനാണ്, ഇദ്ദേഹത്തിന് വൃത്തിയില്ല, ഈ നമ്മൾ നിറത്തിന്റെ പേരിലൊക്കെ ഇപ്പോഴും എല്ലാവരും ഒന്നുപോലെയാണ് എന്നൊക്കെ പറയുമ്പോൾ നിറത്തിന്റെ പേരിൽ, പണത്തിന്റെ പേരിൽ, അതുപോലെ ഈ വൃത്തിയില്ലായ്മ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ ഇപ്പോഴും മാറ്റി നിർത്തുന്നുണ്ട്. അപ്പൊ അദ്ദേഹം അവിടെ എന്താണ്, ആ വീട്ടുകാരൻ അവിടെ സംഘർഷത്തിലായി കാണും, എന്ത് ചെയ്യണമെന്നറിയാതെ. പക്ഷെ വിളിച്ചു പോയതിൻ്റെ പേരിൽ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് വാങ്ങിക്കൊടുത്തു. പക്ഷേ ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ട് വിങ്ങി പൊട്ടുന്നുണ്ട്. കാര്യം അദ്ദേഹത്തെ വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, അല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇതിനെക്കാട്ടിയും ഭേദം, വേണ്ടടാ പൈസ ഇല്ല, എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നതായിരുന്നു ഇതിനെക്കാട്ടിയും മാന്യത എന്ന് എനിക്ക് ഇദ്ദേഹം ഈ ഒരു ഭാഗം പറഞ്ഞപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നി. ഇനി നമുക്ക് അദ്ദേഹത്തെ മറ്റൊരു വീഡിയോ കാണാം. അപ്പോൾ ഞാൻ ഇത് കുടിക്കാൻ വെള്ളം തരാം. അപ്പോൾ കുടിക്കാൻ മക്കളെ ഇപ്പോൾ കൊണ്ടാ കുടിക്കാനല്ല, അവർ വീട്ടിൻ്റെ പുറകിടെ പോയി വീട്ടിലെ പുറത്ത് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്ന് ബക്കറ്റിൽ കിടന്ന മഗ് എടുത്ത് കഴുകി അതിലെനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടണം. കണ്ടില്ലേ, ഇതൊരു ടീച്ചറാണ്. ടീച്ചർ എന്താണ്, നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് വിജ്ഞാനം, അല്ലെ, അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ വീട്ടിലെ മതിലൊരു പാമ്പ് വന്നപ്പോൾ ഒരുപാട് പണിപ്പെട്ടാണ് അദ്ദേഹം പാമ്പിനെ പിടിച്ചത്. അവസാനം വെള്ളം ചോദിച്ചു ദാഹിച്ചതുകൊണ്ട്. നോക്കിയപ്പോൾ പുറത്തെ കക്കൂസില്ല, കപ്പിലാണ് വെള്ളം കൊണ്ട് കൊടുത്തത്. ആ വീട്ടിലെ ജോലിക്കാരൻ തന്നെ പറഞ്ഞു അത് കുടിക്കരുത്, പുറത്തെ കക്കൂസിലെ കപ്പാണെന്ന് പറഞ്ഞു.
ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം ഒരു മനുഷ്യനാണ്, നമ്മളെപ്പോലെ തന്നെ. ഈ കാണിച്ച ആൾക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഈ അവസ്ഥ വരാം. നാളെ ചിലപ്പോൾ നമുക്ക് റോഡിൽ കിടക്കുന്ന വെള്ളം അല്ലെങ്കിൽ റോഡിൽ പകുതി ആൾക്കാർ കഴിച്ചിട്ട് ആഹാരം കഴിക്കേണ്ട ഗതികേട് വരാം. അതൊക്കെ നമുക്ക് നാളത്തെ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മളെ കൂടെയുള്ള ഒരു മനുഷ്യരാണ്. ഇദ്ദേഹത്തെയും കൂടി ഒന്ന് പരിഗണിക്കുക എന്നുള്ളതാണ്. ഇദ്ദേഹം ഇതിനു മുമ്പുള്ള ഇൻ്റർവ്യൂവിനും ഒരുപാട് ഇദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇദ്ദേഹത്തെയും കൂടി നമ്മൾ ഒന്ന് പരിഗണിക്കുക. ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒരുപാട് പേര് പറഞ്ഞു നമ്മളെ വീട്ടിലേക്ക് വാ ചേട്ടാ, നമ്മൾ 2 കൈയും നീട്ടി സ്വീകരിക്കാം എന്നുള്ളതാണ്. അതുപോലെ മനുഷ്യനെ മനുഷ്യനായിട്ട് തന്നെ കണക്കാക്കുക. പിന്നെ ഞാൻ വേറൊരു വീഡിയോയും കൂടി കാണിച്ചു തരാം. നിലവിലെ പാമ്പുപിടുത്തക്കാരുടെ ശൈലി അശാസ്ത്രീയമാണ്. ഇവിടെ ഈ ഒരു പ്രോഗ്രാമിൽ ശാസ്ത്രീയമായി പാമ്പ് പിടിക്കുന്ന രീതികളും അശാസ്ത്രീയമായി പാമ്പ് പിടിക്കുന്ന രീതികളെയും കുറിച്ചുള്ള ചർച്ചയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത് വാവാ സുരേഷ് ഏട്ടൻ ശാസ്ത്രീയമായും കൂടി പാമ്പ് പിടിക്കണം എന്നാണ്. കാരണം ഇദ്ദേഹത്തിന് പലതവണ പാമ്പ് കടിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ജീവന് മല്ലിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഇദ്ദേഹം പറയുന്ന ഈ സഹോദരിക്കും അമ്മയ്ക്കും വേറെ ആരുമില്ല. അപ്പം അവരുടെ സുരക്ഷിതത്വത്തെ മാനിച്ച് ഇദ്ദേഹം വളരെ സുരക്ഷിതമായി തന്നെ പാമ്പ് പിടിക്കുക. ചില സന്ദർഭങ്ങളിൽ നമുക്ക് അശാസ്ത്രീയമായി തന്നെ പാമ്പ് പിടിക്കേണ്ടി വരും. കാരണം ചിലപ്പോൾ AC-യുടെ ഉള്ളിൽ പാമ്പ് കുടുങ്ങിപ്പോകുമ്പോഴും ഇടുങ്ങിയ ജനലുകളിൽ കുടുങ്ങിപ്പോകുമ്പോഴും ചില ആൾക്കാരെ വിളിക്കുന്നത് മണ്ണെണ്ണ ഒഴിച്ചിട്ടാണ്. അപ്പം പകുതി ജീവനിൽ കിടക്കുന്ന പാമ്പുകൾ ചിലപ്പം അടിച്ചു കൊല്ലാൻ പരുവമായി കിടക്കുന്ന പാമ്പിനേക്ക് ആയിരിക്കാം ഇദ്ദേഹത്തിന് പിടിക്കേണ്ടി വരുന്നത്. ആ സന്ദർഭങ്ങളിൽ നമുക്ക് ചില സമയത്ത് ശാസ്ത്രീയമായി പാമ്പ് പിടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് കൈ കൊണ്ട് പിടിക്കേണ്ടിയൊക്കെ സാഹചര്യങ്ങളുണ്ടാവും. എന്നാലും മാക്സിമം പാമ്പ് പിടിക്കുന്നത് ശാസ്ത്രീയമായി കൂടി ഇദ്ദേഹം ചെയ്യുക. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പാഷൻ, അദ്ദേഹം കുഞ്ഞുനാൾ മുതലേ പാമ്പ് പിടിച്ചു വന്ന ആ ഒരു രീതിയായിരിക്കാം അദ്ദേഹം അശാസ്ത്രീയമായി പാമ്പ് പിടിക്കുന്നത്. അപ്പം അതും കൂടി ഒന്ന് മാറ്റുക എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്. പിന്നെ ഈ ഫോറസ്റ്റിലേക്ക് വിടുന്നു, ഈ ഫോറസ്റ്റിലേക്കൊക്കെ വിടുമ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെയാണ് അത് ഫോറസ്റ്റിൻ്റെ എവിടെ കൊണ്ട് കളയണമെന്ന് തീരുമാനിക്കേണ്ടത്. അതിൽ പറയുന്നുണ്ട് പാമ്പിനെ പിടിച്ച് ഫോറസ്റ്റിലേക്ക് വിടാതിരിക്കുക എന്നുള്ളത്. ചിലപ്പോൾ നമുക്ക് പാമ്പിനെ പിടിച്ച് മൃഗശാലയിൽ കൊടുക്കുന്നതിന് ചിലപ്പം ഒരു പരിധി ഉണ്ടാകാം, എനിക്കറിയത്തില്ല. എൻ്റെ ഇത് വെച്ച് പറയുകയാണ്. അപ്പോൾ കാടുകളിലേക്ക് കൊണ്ടുപോയി വിടുമ്പോൾ ഫോറസ്റ്റ് അധികൃതർ തന്നെ തീരുമാനിക്കുക കാട്ടിൽ എവിടെയാണ് വിടേണ്ടതെന്ന്. പിന്നെ ഫോറസ്റ്റിൽ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ജോലി ഗവൺമെൻറ് കൊടുക്കുകയാണെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ബുദ്ധിമുട്ടിൽ അദ്ദേഹത്തിന് ഇത് വളരെ വലുതായിരിക്കും. അതുപോലെ തന്നെ അതിലുള്ള ഉദ്യോഗസ്ഥർക്കും വളരെ സഹായകമായിരിക്കും ഇദ്ദേഹത്തിനൊരു ജോലിയും കൂടി കൊടുക്കുമ്പോൾ. അത് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വലിയൊരു കാര്യമായിരിക്കും. എന്തൊക്കെ തന്നെയായാലും ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, മനുഷ്യർ ഇപ്പം പാമ്പിനെക്കാട്ടിയും പേടിക്കേണ്ടത് നമ്മുടെ മനുഷ്യരെയാണ്, അല്ലേ? നമ്മളെ ചുറ്റാകെയുള്ള മനുഷ്യരെയാണ്. എന്തായാലും ഇനിയും പാമ്പ് പിടുത്തവുമായി തന്നെ മുൻപോട്ട് പോവുക, ശാസ്ത്രീയമായും കൂടി വാവാ സുരേഷേട്ടൻ പാമ്പ് പിടിക്കുക എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. വീണ്ടും പറയുന്നു, എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി.